സിമ്പിൾ ഡിപ്പി കിച്ചണിലേക്ക് സ്വാഗതം. ഇന്ന് നമുക്ക് സിമ്പിളായി ഒരു ഐസ്ക്രീം ഉണ്ടാക്കാം. ഇതിന് ആകെ 3 സാധനങ്ങൾ മാത്രമേ ആവശ്യമുള്ളൂ. ഇനി ഇത് എങ്ങനെ എന്ന് നോക്കാം. 400 ഗ്രാം കണ്ടൻസ്ഡ് മിൽക്ക്, 250 ml വിപ്പിംഗ് ക്രീം, ഒരു കഷ്ണം ചോക്ലേറ്റ്, അത് നിങ്ങൾക്ക് ഇഷ്ടമുള്ളത്ര എടുക്കാവുന്നതാണ്. ഇനി ഒരു ബൗളിലേക്ക് ഈ വിപ്പിംഗ് ക്രീം ഒഴിച്ചു കൊടുക്കാം. ഇതൊന്ന് നല്ലതുപോലെ ബീറ്റ് ചെയ്തെടുക്കാം. ഈ രൂപത്തിൽ ആകുന്നതുവരെ വിപ്പിംഗ് ക്രീം ബീറ്റ് ചെയ്തെടുക്കണം. ഇനി ഈ ചോക്ലേറ്റ് ഡബിൾ ബോയിൽ ചെയ്ത് നമുക്ക് അലിയിച്ചെടുക്കാം. 1 ടേബിൾ സ്പൂൺ പാൽ ഒഴിച്ചു കൊടുത്താൽ വേഗം അലിയുന്നതാണ്. ഇത് തണുത്ത ശേഷം വിപ്പിംഗ് ക്രീമിലേക്ക് ഇട്ട് കൊടുക്കാം. ഒന്ന് നല്ലതുപോലെ ഇളക്കി ചേർക്കാം. ഇനി ഇതിലേക്ക് കണ്ടൻസ്ഡ് മിൽക്ക് ഒഴിച്ചു കൊടുക്കാം. അത് നിങ്ങളുടെ മധുരത്തിനനുസരിച്ച് ഒഴിച്ചു കൊടുക്കാവുന്നതാണ്. ഇത് കുട്ടികൾ ഐസ്ക്രീം വേണം എന്ന് പറയുമ്പോൾ കടയിൽ പോയി വാങ്ങാതെ ഒന്ന് ഇത് ഉണ്ടാക്കി കൊടുത്തു നോക്കൂ. സൂപ്പർ ടേസ്റ്റാണ്. ഇനി ഇതിലേക്ക് നിങ്ങൾക്ക് ഇഷ്ടമുള്ള എസൻസ് ഒഴിച്ചു കൊടുക്കാവുന്നതാണ്. എസൻസ് ഒഴിക്കണമെന്നില്ല, ഒഴിച്ചാൽ നല്ല ഒരു മണമുണ്ടാകും. 1/4 ടീസ്പൂൺ എസൻസാണ് ഞാൻ ഒഴിച്ചത്. ഇനി ഇത് നമുക്ക് ഇഷ്ടമുള്ള കണ്ടെയ്നറിലേക്ക് മാറ്റാം. ഐസ് ഇതിൻ്റെ ഉള്ളിൽ കടക്കാത്ത വിധം അടച്ചു വയ്ക്കാം. ഇത് രാത്രി ഉണ്ടാക്കി വെച്ചാൽ രാവിലെ ആവുമ്പോൾ റെഡിയാവും. ഇനി ഇതെടുത്ത് നമുക്കൊന്ന് തുറന്നു നോക്കാം. ഇത് റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് എടുത്തു നോക്കാം. ഇതാ സൂപ്പർ ഐസ്ക്രീമാണ്. ഇത് നിങ്ങൾ കുട്ടികൾക്ക് വീട്ടിൽ തന്നെ ഉണ്ടാക്കി കൊടുക്കുക. ഇത് കടയിൽ കിട്ടുന്നതിനേക്കാൾ സ്വാദായിരിക്കും. കുട്ടികളുടെ ആരോഗ്യത്തിനും നല്ലത് തന്നെ.
ഇനി ഇതിൻ്റെ മുകളിൽ കുറച്ച് നട്ട്സ് പൊടിച്ചത് ഇട്ട് കൊടുക്കാം. നിങ്ങൾ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഞാൻ ഇടുന്ന പുതിയ വീഡിയോകൾ കാണാൻ ബെൽ ഐക്കൺ അമർത്തുക. എല്ലാവർക്കും എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. കൂട്ടുകാരുമായി ഷെയർ ചെയ്യുക.